ചാണകമെടുത്തവൾ ചാണകത്തിനാൽ എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാളെടുത്തവൻ വാളാൽ എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടു കാണുമല്ലോ. അതിൻ്റെ പുതിയ അപ്ഡേറ്റഡ് വേർഷനാണ് ആദ്യം പറഞ്ഞത്. കൂടുതൽ ആലോചിച്ച് തല ചൂടാക്കേണ്ട, അല്ലെങ്കിലോ പുറത്ത് നല്ല ചൂടാണ്, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ തലയും കൂടി ചൂടാക്കേണ്ട. കാര്യം ഞാൻ പറഞ്ഞുതരാം. കനത്ത ചൂടിൽ വെന്തുരുകുന്ന വിദ്യാർത്ഥികളോട് പ്രിൻസിപ്പൽ കാണിച്ച സ്നേഹവും സഹാനുഭൂതിയും അതേ നാണയത്തിൽ കുറച്ച് വിദ്യാർത്ഥികൾ തിരിച്ചു നൽകിയെന്നതാണ് പറയാൻ പോകുന്ന വാർത്ത. വിദ്യാർത്ഥികൾക്ക് അനുഭവപ്പെടുന്ന ചൂട് കുറക്കാനായി ക്ലാസ് മുറിയുടെ ചുവരിൽ ചാണകം പൂശിയാണ് കോളേജ് പ്രിൻസിപ്പാൾ ആദ്യം ചാണകമെടുത്തത്. എന്നാൽ പ്രിൻസിപ്പാളിൻ്റെ ഓഫീസ് മുറിയിൽ ചാണകം കൊണ്ട് അഭിഷേകം നടത്തി വിദ്യാർത്ഥികളും പ്രിൻസിപ്പാളിൻ്റെ ശീതീകരണ പ്രക്രിയക്ക് പിന്തുണ അറിയിച്ചു. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ലക്ഷ്മിബായി കോളേജിലാണ് ഈ സംഭവം ഉണ്ടായത്. കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 13-നാണ് ലക്ഷ്മിബായി കോളേജിലെ സംഭവം നടക്കുന്നത്. കോളേജ് പ്രിൻസിപ്പാൾ പ്രത്യുഷ് വത്സല ക്ലാസ് മുറിയുടെ ചുവരിൽ ചാണകം പൂശുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് കാര്യങ്ങൾ നമ്മളൊക്കെ അറിയുന്നത്. തദ്ദേശീയമായ രീതിയിൽ ചൂട് കുറയ്ക്കുന്നത് സംബന്ധിച്ച് ഗവേഷണത്തിൻ്റെ ഭാഗമായാണ് ചാണകം പൂശിയതെന്നാണ് പ്രിൻസിപ്പൽ തൻ്റെ പ്രവൃത്തിക്ക് നൽകിയ ഔദ്യോഗിക വിശദീകരണം. ഒരാഴ്ചക്കകം ഗവേഷണത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടുമെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. എന്നാൽ ഇത് ഏത് ഗവേഷണമാണെന്നും ഏത് ചാണകമാണെന്നും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കാര്യത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ ഗവേഷണ ഫലം പുറത്തു വരാൻ ഒരാഴ്ചയൊന്നും വേണ്ടി വന്നില്ല. ചാണകത്തിൻ്റെ തണുപ്പറിഞ്ഞ വിദ്യാർത്ഥികൾ തങ്ങൾ മാത്രം എങ്ങനെയാണ് ഈ സൗകര്യങ്ങൾ അനുഭവിക്കുക എന്നായി. ഈ തണുപ്പത്ത് നമ്മളിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പാൾ ഈ ചൂടത്തിരിക്കുന്നത് ശരിയാണോ? ആകെ പ്രിൻസിപ്പാളുടെ റൂമിലുള്ളത് ഒരു AC മാത്രമാണ്. ഈ ചാണകത്തിൻ്റെ തണുപ്പിന് മുന്നിൽ AC മാറി നിൽക്കില്ല എന്നായി വിദ്യാർത്ഥികളുടെ ചിന്ത. ഉടൻ തന്നെ പ്രിൻസിപ്പാളിനോടുള്ള ഐക്യദാർഢ്യവുമായി വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അവർ ക്ലാസ് മുറി വിട്ട് നേരെ പ്രിൻസിപ്പാളിൻ്റെ ശീതീകരിച്ച ഓഫീസ് റൂമിലേക്ക് പുറപ്പെട്ടു. പിന്നാലെ അവിടുത്തെ ചുവരിൽ തങ്ങൾക്ക് നൽകി പ്രിൻസിപ്പാൾ അനുഗ്രഹിച്ച വിശുദ്ധ ചാണകം എടുത്ത് തേച്ചു പിടിപ്പിച്ചു. ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് റോണക് ഖത്രിയുടെ നേതൃത്വത്തിലാണ് ഈ പുണ്യ ചാണകാഭിഷേകം നടത്തിയത്. പിന്നാലെ റോണക് തൻ്റെ എക്സിൽ ഇപ്രകാരം ഒരു കുറിപ്പ് ഇട്ടു. ഇന്ന് ലക്ഷ്മിബായി കോളേജിൽ വിവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിനികളുമായി കൂടിക്കാഴ്ച നടത്തി. അവരുടെ പ്രശ്നങ്ങൾ കേട്ടു. അവയുടെ പരിഹാരങ്ങൾക്കായി ചർച്ചയും നടത്തി. പരിഹാരത്തിൻ്റെ ഭാഗമായി പ്രിൻസിപ്പാൾ മാഡത്തിൻ്റെ ഓഫീസിൽ പോയപ്പോൾ അവരെ കാണാനായില്ല. എന്നാൽ അവരുടെ ഓഫീസിൽ വിദ്യാർത്ഥികളുമായി ചേർന്ന് ഗോബർ അഥവാ പശുവിൻ്റെ ചാണകം പുരട്ടി അവരുടെ പ്രചാരണ പ്രവർത്തനത്തിന് ഞങ്ങളുടെ പിന്തുണ അറിയിച്ചു. ഇങ്ങനെ എഴുതിയതിനു പുറമെ താനും സംഘവും പ്രിൻസിപ്പാളിൻ്റെ ഓഫീസ് ചുവരുകളിൽ പ്ലാസ്റ്റർ ചെയ്ത് അവരെ സഹായിക്കാൻ പോയതായിരുന്നുവെന്ന് റോണക് ഖത്രി പരിഹസിക്കുകയും ചെയ്തു.